ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ചയെക്കുറിച്ചാണ്. വെള്ളിയാഴ്ചയെക്കുറിച്ച് മുമ്പും വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ വേണ്ടത്ര പ്രതികരണങ്ങൾ അതിനൊന്നും കിട്ടിയിട്ടില്ല. നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം. എന്തു തന്നെയായാലും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാഅശ്റ വിളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മഅശ്റൽ മുസ്ലിമീന റഹിമക്കുമുല്ലാ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന്. ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫക്കീറന്മാരുടെയും മിസ്കീന്മാരുടെയും ഹജ്ജാണ് യഥാർത്ഥത്തിൽ ഈ ജുമുഅ എന്നാണ്. അതുപോലെ തന്നെ വഈദുൽ മുഅ്മിനീങ്ങളുടെ ഒരു ഈദാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ ഒരു ഈദ് ആഘോഷമാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച. ഈദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ ആഘോഷം പോലെയാണ് വെള്ളിയാഴ്ച. അപ്പോൾ മുഅ്മിനീങ്ങളുടെ ഈദാണ്. അതുപോലെ തന്നെ ഫക്കീറന്മാരുടെയും മിസ്കിന്മാരുടെയും ഹജ്ജാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവ്, അതായത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്ത് ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ചയുടെ പകലും, അതായത് ഖുതുബയ്ക്ക് മുമ്പായിട്ടുള്ള സമയങ്ങളിൽ ധാരാളം നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നമ്മൾ നേരത്തെ കുളിച്ച് വൃത്തിയായി പള്ളിയിലേക്ക് ശുഭ്രവസ്ത്രധാരികളായിട്ടാണ് പോകേണ്ടത്. അതുപോലെ തന്നെ തലമറക്കേണ്ടതാണ്. അതേപോലെ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റൊക്കെ ദുആയൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. പള്ളിയിൽ നമ്മൾ ഈ സഫുകളൊക്കെ ചാടി കിടക്കുന്ന ആളുകളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് നേരം വൈകി വന്നിട്ട് ഇങ്ങനെ ചാടി കിടക്കുക, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെല്ലാവരും നേരത്തെ പോയി കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. നേരത്തെ പോയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. തഹിയ്യത്ത് നിസ്കാരം എല്ലാവർക്കും അറിയാതെ ആ പള്ളിയെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. പള്ളിയെ ബഹുമാനിച്ചുകൊണ്ട് വളരെയധികം പുണ്യം കിട്ടുന്ന ഒരു നിസ്കാരമാണ് തഹിയ്യത്ത് നിസ്കാരം. അപ്പോൾ തഹിയ്യത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ദിക്ർ, സ്വലാത്ത്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ചയിൽ അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ളത്. അൽ കഹ്ഫ് സൂറത്ത് എല്ലാവർക്കും അറിയുന്നവരെല്ലാവരും അൽ കഹ്ഫ് സൂറത്ത് അതിൻ്റെ ഏടുകളൊക്കെ അവിടെ കിട്ടും. പള്ളിയിൽ സുലഭമാണ്. മുസാഹഫ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ അൽ കഹ്ഫ് സൂറത്ത് ധാരാളമായിട്ട് പാരായണം ചെയ്യുക. അറിയുന്നവർ പാരായണം ചെയ്യുക, അല്ലാത്തവർ മുസാഹഫിലേക്ക് നോക്കിയിരുന്നാൽ പോലും കൂലിയാണെന്നാണ്. അപ്പോൾ മുസാഹഫ് ഓതാൻ അറിയില്ല എന്ന് കരുതിയിട്ട് മുസാഹഫ് തൊടാതിരിക്കേണ്ട, അങ്ങനെ ഒരു അലർജിയൊന്നും വേണ്ട എല്ലാവർക്കും. മുസാഹഫ് എടുക്കുക, ഒന്ന് മറിച്ച് നോക്കുകയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മറിച്ച് നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്നതാണ്. കാബ ഷെരീഫ് നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്നതാണ്. നമ്മുടെ ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്നതാണ്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ തന്നെ പുഞ്ചിരിച്ചാൽ കൂലിയാണ്. അതുപോലെ തന്നെ നബി പറഞ്ഞിട്ടുള്ള പുഞ്ചിരി ഒരു ദാനമാണെന്നാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഉമ്മയുടെ മുഖത്ത് നോക്കിയാലൊക്കെ കൂലിയാണ്, മനസ്സിലായ? അപ്പോൾ പിന്നെ സലാം പറഞ്ഞാൽ എത്ര കൂലി കിട്ടും? നോക്കിയാൽ കൂലിയാണെന്നുണ്ടെങ്കിൽ സലാം പറഞ്ഞാൽ സലാം മടക്കി കഴിഞ്ഞാൽ എത്ര കൂലിയാണ്? അങ്ങനെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും നേരത്തെ പള്ളിയിൽ പോകാൻ ശ്രദ്ധിക്കുക. പള്ളിയിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇമാമ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഖുതുബയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ്. അപ്പോൾ പള്ളിയിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെല്ലാവരും പള്ളിയിലേക്ക് എത്തുക. അതുപോലെ തന്നെ മിമ്പറിൽ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചാൽ മാത്രമേ നമുക്ക് ഈ ജുമുഅയുടെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ജുമുഅയുടെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പോകണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പള്ളിയിൽ പോകുമ്പോൾ വൃത്തിയും വെടുപ്പോടുകൂടി പോവുക. എല്ലാവരും വൃത്തിയും വെടുപ്പോടുകൂടി തന്നെയാണ് പോവുക എങ്കിലും സുഗന്ധം പൂശുക. ചിലരുടെ വിയർപ്പൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
സുഗന്ധം പൂശുന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊരു സംഗമം കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും ഒരു സംഗമം കൂടിയാണ്. അപ്പോൾ ആ സംഗമത്തിൽ നമുക്ക് മറ്റുള്ളവരെയൊക്കെ കാണാനും സാധിക്കും, അവരോടൊക്കെ മുസാഫത്ത് ചെയ്യാനും അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കാനും ഒക്കെ പറ്റും. അതൊന്നും പള്ളിയുടെ ഉള്ളിൽ വെച്ചാവരുത്. അതായത് നമ്മൾ പള്ളിയിൽ പ്രവേശിച്ച് ഖുതുബ നടക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജുമായുടെ പ്രതിഫലം ഇല്ലായ്മ ചെയ്യപ്പെടും എന്ന് മാത്രമല്ല, നമുക്ക് കുറ്റവും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇമാമ് മിമ്പറിൽ കയറി ഖുതുബ നടക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജുമാ ബാത്തിലാണെന്ന് നമ്മൾ മാശറ വിളിക്കുമ്പോൾ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ജുമാക്ക് പോയി പുണ്യം കരസ്ഥമാക്കുക. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നല്ല കാര്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. അതിനെന്താണ് വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും. പിന്നെ ഇത്തരം അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉദ്ദേശം നിങ്ങളെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഒരു റെസ്പോൺസും ഇല്ലാതെ വെറുതെ ഒരാളിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടെന്ത് കാര്യം. അപ്പോൾ ഉള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. വലിയ അറിവൊന്നുമില്ല, വലിയ അറിവെന്നുള്ള അഹങ്കാരവും ഇല്ല, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെറിയ അറിവേ ഉള്ളൂ. അപ്പോൾ ചെറിയ അറിവ് ഉള്ള ആളുകൾക്ക് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ കൂടെ നമ്മുടെ ഉള്ള അറിവ് ഒന്ന് പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വളരെ പ്രധാനം. അപ്പോൾ ഇയാളിപ്പോൾ അതൊരു പുതിയ യൂട്യൂബിലൊരു പുതിയ അധ്യാപനവുമായിട്ട് വന്നിരിക്കണമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് അത് വർദ്ധിക്കുക. അറിവ് എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ കൊടുക്കും തോറും ഏറിടുന്ന ഒന്നാണ് വിദ്യ. അപ്പോൾ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കേണ്ടതില്ല. എന്തൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് കൂടി നിങ്ങളുടെ കമൻറ്റിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളും.